ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചേക്കണം ചേട്ടാ, എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കാൻ. ലൈഫിൽ ഇനി എന്ത് വന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുമോൾക്ക് അറിയാമല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാണ് അനുമോൾ വിഷമിക്കുന്നതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അല്ല ചേട്ടാ, നമ്മളെ നല്ലതായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഒട്ടും വലിയ പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് മാത്രം നമ്മുടെ വിഷമങ്ങൾ അന്നേരത്തേക്ക് പറയണം. അന്നേരത്തേക്ക് പറഞ്ഞത് കഴിഞ്ഞു, പിന്നെ നമ്മളത് കാണുന്നില്ല. ഞാനിപ്പോൾ ചേട്ടനെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില നിമിഷങ്ങളിൽ മാത്രമുള്ളൂ നമ്മളടുത്ത് സംസാരിക്കുന്നത്. വീട്ടിനകത്ത് കയറിയാൽ നമ്മളത്രയും അടുത്ത് സംസാരിക്കാറില്ലല്ലോ. അപ്പോൾ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കൂടുതലും നമ്മൾ ആരടുത്തും വിഷമം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവർ നമ്മളടുത്തിരിക്കുന്ന ഒരാളോടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവരത് വെച്ച് നമ്മളെ പിന്നെ കുത്തും. അങ്ങനെ കുത്തുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ വിഷമങ്ങൾ പറയാൻ പാടില്ല. അന്നേരം നമ്മുടെ വിഷമം ഇരട്ടിക്കത്തേ ഉള്ളെന്ന് അനുമോൾ പറയുന്നുണ്ട്. അത് ആദിലെ നൂറെ ഉദ്ദേശിച്ച് തന്നെയാണ്. ഇത്രയും ദിവസം കൊണ്ട് ആ ഒരു ശൈത്യ പോയ സമയം മുതലാണ് ആദിലയായിട്ട് അനുമോൾക്ക് ഇത്ര അടുപ്പം ഉണ്ടായത്. പക്ഷേ ശൈത്യമായിട്ടുണ്ടായിരുന്നതിനെക്കാട്ടി കൂടുതൽ ദിവസം അനുമോൾ ഈ ആതിരയുടെ കൂടെ ആയെന്ന് തോന്നുന്നു. ഇത്രയും ദിവസം നിന്ന് അനുമോളുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഇടിക്കുകയും ചെയ്തു. പക്ഷേ കിട്ടുന്ന മാക്സിമം ടൈമിൽ എവിടൊക്കെ അനുമോളെ കുത്തി നോവിക്കാം, എവിടൊക്കെ അനുമോളെ താഴ്ത്തി കെട്ടാം, അവിടെ എല്ലാം ആ ആദില അനുമോളോട് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലായാലും അല്ലെങ്കിൽ വീട്ടിലൊരു നോമിനേഷൻ്റെ ടൈമിലായാലും. ഇപ്പോൾ ഇന്നത്തെ ജയിൽ നോമിനേഷൻ ചെയ്ത സമയത്ത് അവൾ പറഞ്ഞ അതിൽ പറയുന്ന ആ ഒരു വാക്ക്, നീ പോയി അവിടെ കിടാം എന്നുള്ള ആ ഒരു വാക്ക്, അത് ആർക്കും കേട്ട് നിൽക്കാൻ പറ്റത്തില്ല. അത്രമാത്രം അത് ഇതിൽ കൂടുതൽ വർത്തമാനം ആ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ലക്ഷ്മിയുടെ കാര്യത്തിൽ അനുമോൾക്ക് ഒട്ടും വിഷമമില്ലെന്ന് തോന്നുന്നു. കാരണം ലക്ഷ്മിയിൽ നിന്ന് അത്രയേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആദിലയും നൂറയൊന്നും അങ്ങനല്ല. അവരുമായിട്ട് ഇത്ര ദിവസം കൊണ്ട് അടുത്തിരുന്നതാണ് അനുമോൾ.